കുടുംബത്തിൽ ഒരു ഗൃഹനാഥ അല്ലെ വിളക്ക് കത്തിക്കുന്ന ആൾ ശ്രദ്ധിച്ചാൽ പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ വിളക്കിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗൃഹമായിട്ടെടുക്കുന്നു, വീടായിട്ടെടുക്കുന്നു. ആ വിളക്കിലെ എണ്ണയെ നമ്മൾ ആ വീട്ടുകാരുടെ സ്നേഹമായിട്ടെടുക്കുന്നു. എണ്ണയ്ക്ക് സംസ്കൃതത്തിൽ സ്നേഹം എന്ന് പറയും. അപ്പോൾ എണ്ണ നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ നിറച്ച് എണ്ണയുള്ളപ്പം ആ കുടുംബത്തിൽ സ്നേഹം തുളുമ്പുന്നൊരു കുടുംബമാണെന്നർത്ഥം. അപ്പോൾ ആ എണ്ണയിലിടുന്ന തിരിയാണ് നമ്മൾ ആ ശരീരങ്ങളായിട്ട് പറയുന്നത്. ഒരു കുടുംബത്തിൽ സാധാരണ നിലവിളക്ക് കത്തിക്കുമ്പോൾ, സന്ധ്യാദീപം കത്തിക്കുമ്പോൾ പല വീടുകളിൽ നമ്മൾ കാണാറുണ്ട് 2 തിരി ചേർത്ത് ഇടാറുണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും കുടുംബത്തിലെ ഗൃഹനാഥനും ഗൃഹനാഥയും 2 ശരീരമാണെങ്കിലും ആ 2 തിരിയും ചേർന്ന് ഒരു നാളായിട്ടാണ് കത്തുന്നത്. ആ കത്തുന്ന നാളമാണ് നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ചൈതന്യം മനസ്സായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഒറ്റ മനസ്സ്, ഏക മനസ്സായിട്ട് അവർ പ്രവർത്തിക്കുന്നു. 2 ശരീരമാണെങ്കിൽ ഒരാത്മാവായിട്ട് സങ്കല്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സങ്കല്പിച്ച് നമ്മൾ തിരി കത്തിക്കുമ്പോൾ, നമ്മൾ അറിയാതെയാണെങ്കിൽ, ഈ ബോധം നമുക്കുണ്ടെങ്കിൽ 2 തിരി ചേർത്ത് വിളക്ക് കത്തിക്കുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കുടുംബം ജീവിതത്തിൽ ലോകത്തിൽ കാണത്തില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ദിവസവും ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ഒരു മനസ്സായിട്ട് കഴിയണം, നമ്മുടെ ഒരാത്മാവായിട്ട് കഴിയണം എന്നുള്ള ഭാവനയോടുകൂടി നമ്മൾ ആ വിളക്ക് കത്തിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അലിഞ്ഞലിഞ്ഞ് പോകുന്നു. നമ്മളൊരു ഐക്യം ഉണ്ടാകുന്നു, ഹൃദയങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഭാവനയോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ, സങ്കല്പത്തോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അതൊരു പൂജയായിട്ട് മാറും, അതിന് ഫലം ഉണ്ടാകും. അവിടെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മന്ത്രം ജപിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ആ വിളക്ക് കത്തിക്കുന്നത്. കാരണം വിളക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്രകാശത്തിന് വേണ്ടി മാത്രമല്ല വിളക്ക്. പ്രകാശത്തിന് നമുക്ക് ലൈറ്റുണ്ട്, ബൾബുണ്ട്. ബൾബ് ഓൺ ചെയ്താൽ, സ്വിച്ച് ഓൺ ചെയ്താൽ ആദ്യം അവിടെ പ്രാർത്ഥിക്കുകയും മന്ത്രജപം ചെയ്യുകയൊന്നും വേണ്ട. പക്ഷേ ഇവിടെ നമ്മൾ ആ മന്ത്രജപത്തിൽ കൂടിയാണ്, പ്രാർത്ഥനയിൽ കൂടിയാണ് അവിടെ നമ്മൾ ആ ദേവതാ സാന്നിധ്യം കൊണ്ടുവരുന്നത്. ഇപ്പോൾ വിളക്ക് കത്തിക്കുന്ന സ്ഥാനം നമ്മൾ ഒരു ദേവതാ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട് നമുക്കൊരു പൂജാസ്ഥാനമൊന്നും ഇല്ലെങ്കിലും വീട്ടിലെവിടെ ഉമ്മറപ്പടിയിലാണെങ്കിലും ശരി നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചാലും അവിടെ ദേവതാ സാന്നിധ്യം നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ ചൊല്ലുന്ന മന്ത്രം അനുസരിച്ചിട്ടാണ്, ചെയ്യുന്ന പ്രാർത്ഥന അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്, ഈശ്വര എൻ്റെ വീട്ടിലെ ദുരിതാന്ധാരെല്ലാം മാറ്റണേ, ദുഃഖങ്ങളെല്ലാം മാറ്റണേ, എൻ്റെ ജീവിതത്തിലെ വിഷമതകളെല്ലാം മാറ്റിത്തരണേ, ഉള്ളിലെ അജ്ഞാനാന്ധാരം മാറ്റിത്തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇഷ്ടമൂർത്തിയുടെ നാമം ജപിച്ചുകൊണ്ട്, ഇഷ്ടമൂർത്തിയുടെ മന്ത്രം ജപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ദീപം തെളിക്കാവുന്ന. അപ്പോൾ ആ മന്ത്രജപത്തോടു കൂടി, ശുദ്ധമായ സങ്കല്പത്തോടു കൂടി ഒരു ഗൃഹനാഥ വിളക്ക് തെളിക്കുമ്പോൾ തൻ്റെ ഉള്ളിലൊരു മാറ്റം സംഭവിക്കുന്നു. തൻ്റെ കാഴ്ചപ്പാടിൽ ആ ബന്ധങ്ങളിലൊരു മാറ്റം സംഭവിക്കുന്നു. തൻ്റെ ഉള്ളിലൊരു മാറ്റം സംഭവിക്കുമ്പോൾ ആ മാറ്റം ആ കുടുംബത്തിലെ മറ്റംഗങ്ങളെയും സ്വാധീനിക്കുന്നു, മാറ്റം കൊണ്ടുവരുന്നു, അവരിൽ മാറ്റം കൊണ്ടുവരും. നമ്മൾ പറയാറുണ്ടല്ലോ, സാധാരണ കരിന്തിരി കത്തുന്ന ദോഷമാണെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? നേരത്തെ പറഞ്ഞ് ആ എണ്ണ ആ കുടുംബാംഗങ്ങളുടെ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ സ്നേഹം വറ്റിപ്പോയിട്ട് ഒരു മനുഷ്യന് ജീവൻ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അത് വളരെ ദയനീയമാണ്. അപ്പോൾ കുടുംബത്തിൽ എപ്പോഴും സ്നേഹം ഉണ്ടായിരിക്കണം. ആ സ്നേഹത്തിൽ നിറഞ്ഞു വേണം നമ്മുടെ കുടുംബം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരിന്തിരി കത്താതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മളിതൊക്കെ പഠിപ്പിക്കുന്നത് ശ്രദ്ധ എന്ന് പറയുന്ന ഒറ്റ കാര്യത്തെയാണ്. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്കതിൽ ശ്രദ്ധയുണ്ട്, എത്രത്തോളം നമുക്ക് അതിനകത്ത് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, എന്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നു എന്നുള്ള ബോധമുണ്ട്. ആ ശ്രദ്ധയും ബോധമാണ് ആ കർമ്മത്തിനെ പുഷ്കലമാക്കി തീർക്കുന്നത്, അതിനെ ശരിയായ ഫലപ്രാപ്തി നമുക്ക് കൊണ്ടുതരുന്നു. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഈ ബോധത്തോടുകൂടി ചെയ്യണം, ശ്രദ്ധയോടുകൂടി ചെയ്യണം. ആ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ക്ലാവ് പിടിച്ചും പൊടി പിടിച്ച വിളക്കൊന്നും നമ്മൾ നിലവിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കത്തില്ല. അപ്പോൾ ആ വിളക്കിൻ്റെ തിളക്കം, ആ വിളക്കിനെ ദിവസം തേച്ച് മിനുക്കി വൃത്തിയാക്കി വയ്ക്കുന്നത് ആ ബാഹ്യശുദ്ധി നമ്മുടെ ആന്തരിക ശുദ്ധിയുടെയും കൂടെ ഒരു പ്രതിഫലനമാണ്. അപ്പോൾ ആ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ പ്രതീകമാണ് ആ വിളക്ക് വൃത്തിയായിട്ട് വയ്ക്കുക, എല്ലാ ദിവസവും തേച്ച് മിനുക്കി വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആ ബോധം നമുക്കുണ്ടാവണം. എന്തിനാണ് നമ്മൾ വിളക്ക് തേച്ച് മിനുക്കുന്നത്? ഒരു ദിവസം തേച്ച് വെച്ചാൽ പിന്നെ കുറേ ആൾ കഴിഞ്ഞിട്ട് കഴിയാൽ പോരെ എന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെയല്ല. നമുക്ക് ബാഹ്യമായിട്ട് എല്ലാ കാര്യത്തിലുള്ള വൃത്തിയും ശുദ്ധിയും ആ വിളക്കിൽ പ്രതിഫലിക്കുന്നു. അത് നമ്മുടെ മനസ്സിനെയും ശുദ്ധീകരിക്കുന്നു. പിന്നെ സാധാരണ പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, എത്ര തിരിയാണ് വിളക്കിടേണ്ടത്, എങ്ങോട്ടാണ് തിരിയിടേണ്ടത്? ഇത് വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും ഈ ചോദ്യങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്.
അപ്പോൾ ദീപം ഒരു പ്രതീകം മാത്രമല്ല. ദീപം നമ്മളെ സംബന്ധിച്ചോളം യോഗത്തിൽ ത്രാടകം എന്നൊരു ക്രിയയുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിശ്ചലമായിരിക്കുന്ന ഒരു ദീപത്തിൽ, കാറ്റ് തട്ടാത്തൊരു ദീപത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് കണ്ണടയ്ക്കാതെ അതിൽ തന്നെ എത്ര നേരം നമുക്ക് ദൃഷ്ടി ഉറപ്പിച്ചിരിക്കാൻ പറ്റും, അത് നമ്മൾ പരിശീലിക്കുന്നതാണ് ത്രാടകം എന്ന് പറയും. അത് നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കാനും മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും വളരെ നല്ലൊരു പരിശീലനമാണ്. ദീപത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ബൾബിനെ അപേക്ഷിച്ചിട്ട്, ഒരു LED ലൈറ്റിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ദീപം വളരെ സൗമ്യമാണ്. അത് കണ്ണിനൊരിക്കലും അഹിതകാരിയല്ല. കണ്ണിന് അതുകൊണ്ടൊരു ദോഷമില്ല, നമ്മളെ ദീപത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ആ കണ്ണിന് ഏറ്റവും ഹിതകരമായ പ്രകാശമാണ് ഒരു നിലവിളക്കിൻ്റെ ദീപത്തിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടല്ലേ നോക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ണിന് കേടൊന്നും പറ്റുന്നില്ല, മനസ്സിന് ഏകാഗ്രത കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ദീപം തെളിക്കുമ്പോൾ, നിലവിളക്ക് തെളിക്കുമ്പോൾ ആ സാധനയ്ക്കുള്ള ഒരു ഉപാധിയാണ് ദീപം. അത് മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ പറ്റുന്നൊരു ഉപാധിയാണ്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു നാളത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ നാളം എങ്ങോട്ടിരിക്കണം, അതാണ് അടുത്ത ചോദ്യം. ഏത് ദിക്കിലോട്ടിരിക്കണം എന്നൊക്കെയാണ്. ഏറ്റവും അടിസ്ഥാനമായിട്ട് ആ നാളം നമുക്ക് നേരെ ഇരിക്കണം. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം നമ്മൾ ഹൃദയം പ്രകാശമാനമായി തീരാൻ, നമ്മുടെ ആന്തരിക ബോധപ്രകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ഈ വെളിച്ചം വരേണ്ട, പുറമേ കാണുന്ന വെളിച്ചമല്ല. പുറമേ കാണുന്ന വെളിച്ചം ഉള്ളിൽ പ്രകാശം വരണം, ഉള്ളിൽ ആ ജ്ഞാനത്തിൻ്റെ ദീപ്തി തെളിയണം എന്നുള്ള സങ്കല്പത്തോടുകൂടി ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പുറമേ നമ്മൾ ദീപം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നേരെ തിരി വരത്തക്കവണ്ണം ഒരു നാളം നമുക്ക് തെളിയിച്ചാൽ ഒരു സാധകനെ സംബന്ധിച്ച് അത് മാത്രം മതി. പക്ഷേ സാധാരണ നമ്മളൊരു കുടുംബത്തിൽ പൂജാമുറിയിലായിരിക്കും ദീപം വയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവതാ ചിത്രത്തിന് മുമ്പിലായിരിക്കും ദീപം വയ്ക്കുക. അവിടെ നമുക്ക് നേരെ മാത്രം തിരിയിടുകയാണെങ്കിൽ ആ വിളക്കിൻ്റെ നിഴൽ ആ ചിത്രത്തിൽ വീഴും. അപ്പോൾ ആ ചിത്രത്തിന് നേരെ, ഇഷ്ടമൂർത്തിയുടെ രൂപത്തിന് നേരെ അല്ലെങ്കിൽ ചിത്രത്തിന് നേരെ നമ്മളൊരു തിരിയിടും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 തിരിയിടും. ഒന്ന് നമുക്ക് നേരെ ഒരു തിരി, പുറമെ ആ ചിത്രത്തിന് നേരെ തിരി, 2 തിരി 2 എതിർവശത്തായിട്ടിടും. അപ്പോൾ 2 തിരിയുടെ താല്പര്യം എന്താണ്? ഒന്ന്, നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരനെക്കുറിച്ചുള്ള ഈശ്വര ബോധം നമുക്കുണ്ടാവണം. അതേപോലെ ബാഹ്യമായിട്ടും നമുക്ക് എല്ലായിടത്തും നമ്മുടെ ഇഷ്ടമൂർത്തിയെ കാണാൻ സാധിക്കണം. അകത്തും പുറത്തും നമുക്ക് നമ്മുടെ ഇഷ്ടമൂർത്തിയെ ദർശിക്കാൻ സാധിക്കും. അപ്പോൾ ആ ബോധത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 തിരിയിടുന്നത്. ചിത്രത്തിന് നേരെ നമുക്ക് നേരെ 2 തിരിയിടുന്നു. അപ്പോൾ അങ്ങനെ 2 തിരിയിട്ട് ചെയ്യാം. അപ്പോൾ 1 തിരിയിട്ടു, 2 തിരിയിട്ടു. ചില ശ്ലോകങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, 3 തിരിയിടാൻ പാടില്ല, 1 തിരിയിടാൻ പാടില്ല, 1 തിരിയിട്ട് മഹാവ്യാധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ആ ശ്ലോകത്തിലൊന്നും പ്രത്യേകിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതൊന്നും ആധികാരികമായ ശ്ലോകങ്ങളൊന്നുമല്ല. എന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കത്തൊന്നുമില്ല. നമ്മൾ 1 തിരിയിട്ടാലും 2 തിരിയിട്ടാലും 3 തിരിയിട്ടാലും എല്ലാം നമ്മുടെ സങ്കല്പം എങ്ങനെയാണോ, ഏത് സങ്കല്പത്തോടുകൂടി നമ്മൾ ചെയ്യുന്നു, ഏത് ഉദ്ദേശത്തോടെ നമ്മൾ ഈ ചെയ്യുന്നു, അതനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത്. അതുകൊണ്ട് 1 തിരിയിട്ടുകൊണ്ട് ദോഷമില്ല, 2 തിരിയിട്ടുകൊണ്ട് ദോഷമില്ല, 3 തിരിയിട്ടത് കൊണ്ടും ദോഷമില്ല.